All air defense units have been activated all along India-Pakistan border to tackle any eventuality എന്ന് കൂടി ഡിഫൻസ് ഒഫീഷ്യൽസിന്റെ പുതിയ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അങ്ങനെ ഏത് വിധത്തിലുള്ള തിരിച്ചടി, ഇനി എന്താണ് പ്രത്യാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായാലും അതിന് തിരിച്ചടിക്കും, അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ഇന്ത്യയുടെ ഈ മിസൈൽ ആക്രമണം എന്നാണ് മനസ്സിലാക്കുന്നത്. വിനീത കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും നിർണായകമായ പലവട്ടം കൂടിക്കാഴ്ചകൾ, ഒരു ദിവസം തന്നെ പലതവണ സൈനിക മേധാവി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, പ്രധാനമന്ത്രിയെ കാണുന്നു. അങ്ങനെ നിർണായകമായ ചർച്ചകൾ ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെയാകെ ഒരു മോക്ഡ്രിലൂടെ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു ആക്രമണ സാഹചര്യം ഉണ്ടായാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് പഠിപ്പിക്കുവാനായി നമ്മൾ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഒരുപക്ഷെ അതിനുശേഷം, ആ മോക്ഡ്രിലിന് ശേഷമായിരിക്കാം ഒരു തിരിച്ചടി, മറുപടി എന്ന് പാകിസ്ഥാനും പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയാകെ പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ഏപ്രിൽ 22-ലെ 26 ജീവനെടുത്ത ആക്രമണത്തിന് കൃത്യം 16-ാം നാൾ ഇന്ത്യയുടെ തിരിച്ചടി വരുന്നത്. തീർച്ചയായും ഗോകുൽ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കം ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പോസ്റ്റ് എക്സ് പോസ്റ്റിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നീതി നടപ്പാക്കി എന്നാണ് ഇപ്പോൾ കരസേനയും പ്രതികരിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഭീകര താവളങ്ങളിലാണ് ഈ ആക്രമണം നടത്തിയെന്ന് ഇന്ത്യൻ സേന വ്യക്തമാക്കുന്നു. പാക് അധീന കാശ്മീരിലെ ഭീകര താവളങ്ങളിലാണ് ആക്രമണം നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ 9 ഇടങ്ങളിലായാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കുമെന്നും അറിയിക്കുന്നുണ്ട്. ഇതിനിടെ വീണ്ടും മിന്നൽ ആക്രമണവുമായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ചുവടും അതീവ രഹസ്യമായി തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇന്ന് ഈ പല മേഖലകൾ കേന്ദ്രീകരിച്ച് രാജ്യമെമ്പാടും ഇന്ന് ഇത്തരത്തിലേക്കുള്ള മോക്ക് ഡ്രില്ലുകൾ, അതെങ്ങനെ ഒരു അപകട സാഹചര്യം ഉണ്ടായാൽ അതെങ്ങനെ നമുക്ക് അതിനെ തരണം ചെയ്യണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലേക്ക് ചർച്ചകൾ നടക്കുന്നു. ഒരുപക്ഷെ ഇങ്ങനെ ഒരു പ്രത്യാക്രമണം അത് ഇത്ര വളരെ പെട്ടെന്നുണ്ടാകുമെന്നും ഒരുപക്ഷെ നിശ്ചയിക്കാത്ത തരത്തിൽ തന്നെയാണ് അർദ്ധരാത്രിയോടുകൂടി ഇങ്ങനെ ഒരു തിരിച്ചടി ഇന്ത്യ നൽകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യതലസ്ഥാനത്ത് നിരവധി മീറ്റിംഗുകൾ, കൂടിക്കാഴ്ചകൾ, ഇതൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ നയതന്ത്ര മേഖലയിലും വ്യോമ മേഖലയിലും ഈ നാവിക മേഖലയിലും അടക്കം കടുത്ത പ്രതിരോധം പാകിസ്ഥാനെതിരെ ഒരു വശത്ത് ഇന്ത്യ തീർക്കുന്നുണ്ടായിരുന്നു. പ്രതികരണം ഇത്തരത്തിലേക്കുള്ള ഒരു തിരിച്ചടി ഉണ്ടാകും എന്നൊരു പ്രതികരണം, അത് ഉറപ്പ് എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ഇത് എപ്പോൾ, എവിടെ, എങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സേനയ്ക്ക് തീരുമാനിക്കാമെന്നൊരു പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചേർന്ന യോഗത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പ്രതിരോധ മന്ത്രാലയം അടക്കം പുറത്തിറക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും നീതി നടപ്പാക്കി എന്നാണ് ഇതിനോടകം തന്നെ കരസേന പ്രതികരിച്ചിരിക്കുന്നത്. ഗോകുൽ, ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തമായ തിരിച്ചടി പാക് അധിനിവേശ കശ്മീരിൽ, പാക് അധീന കശ്മീരിലാണ് ഇപ്പോൾ ഇന്ത്യ ഭീകര കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ട് 9 ഇടങ്ങളിൽ തിരിച്ചടി നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് കടന്ന് പാക് അധിനിവേശ ജമ്മു കശ്മീരിലെ പാകിസ്ഥാൻ നിഴൽ യുദ്ധം നടത്തുന്ന ആ ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങളിലേക്കാണ്. അതിന്റെ പേര് പലതായാലും പാകിസ്ഥാൻ പാലൊട്ടുന്ന ഭീകര സംഘടനകൾ തന്നെയാണത്. അവർ നിഴൽ യുദ്ധത്തിന് ഉപയോഗിക്കുന്നതാണ്. ഇന്ത്യക്കെതിരെ ജമ്മു കശ്മീരിലെ സ്വൈര്യജീവിതം തകർക്കാൻ ശ്രമം നടത്തുന്ന ആ ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടന്നത്. ആ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ. ഇന്ത്യ അത് വ്യോമമാർഗമാണ് മിസൈൽ ആക്രമണം നടത്തിയത് എന്ന വാർത്ത കൂടി, എന്ന വിവരം കൂടി ഈ മണിക്കൂറിൽ വരുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് എവിടെയൊക്കെയാണ് ആക്രമണം നടന്നത്, എത്ര കാഷ്വാലിറ്റി എന്ന കാര്യം ഒക്കെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പാകിസ്ഥാൻ നറേറ്റീവുകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് എപ്പോഴും ഇന്ത്യയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ, അല്ലെങ്കിൽ ഇന്ത്യയെ കുറ്റക്കാരായി ചിത്രീകരിക്കുന്ന തരത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ സിവിലിയൻ നാശം എന്ന തരത്തിലുള്ള നറേറ്റീവ് എല്ലാ ഘട്ടത്തിലും, എല്ലാ ആക്രമണങ്ങളിലും, ഇന്ത്യ നടത്തിയ എല്ലാ തിരിച്ചടികളിലും അവർ അങ്ങനെ തന്നെ ഒരു നറേറ്റീവിനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഈ ഘട്ടത്തിലും ആദ്യമായി വരുന്ന ഈ ആക്രമണം അഡ്മിറ്റ് ചെയ്തുകൊണ്ടുള്ള ആദ്യ പ്രതികരണങ്ങളൊക്കെയും അത്തരത്തിലാണ്. പക്ഷേ ഇന്ത്യൻ കേന്ദ്രങ്ങൾ, ഇന്ത്യൻ സൈന്യവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, ഒപ്പം പാകിസ്ഥാൻ ഭാഗത്തു നിന്നും ഇപ്പോൾ ISIയുടെ ഭാഗത്തു നിന്നൊക്കെയും ഈ കൃത്യമായി ഈ ആക്രമണം തിരിച്ച് അടി എന്നത്, അല്ലെങ്കിൽ ഇന്ത്യ നടത്തിയ ആക്രമണം പാക് അധിനിവേശ കശ്മീരിൽ ഉണ്ടായി എന്നത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും ഏപ്രിൽ 22 നടന്ന ആ ക്രൂരമായ ആക്രമണത്തിൽ 26 നിസ്സഹായരായ മനുഷ്യരുടെ ജീവനെടുത്ത ആ ആക്രമണത്തിന് പകരം ചോദിച്ചിരിക്കുകയാണ്, തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് സൈന്യം പേരിട്ട് വിളിച്ച ആ തിരിച്ചടി ഇന്ന് പുലർച്ചെയാണ് സംഭവിച്ചത്. ആ തിരിച്ചടിക്ക് ശേഷം ഇപ്പോൾ ഇന്ത്യ പാക് അതിർത്തിയിൽ പലയിടത്തും, രജൌരിയിലടക്കം നിരവധി മേഖലകളിൽ കനത്ത വെടിവെപ്പ്,
പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇന്ത്യക്ക് നേരെ ഷെല്ലാക്രമണം അടക്കം നടക്കുന്നു എന്നാണ് വിവരങ്ങൾ വരുന്നത്. ജമ്മു കശ്മീരിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ഇപ്പോൾ അതിർത്തിയിലെ സാഹചര്യം കൂടുതൽ സംഘർഷഭരിതമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ, പ്രകോപനങ്ങൾ ഉണ്ടായെങ്കിൽ അതിനപ്പുറത്തേക്ക് ശക്തമായ ഒരു വെടിവെപ്പ് അതിർത്തിയിൽ ഉണ്ടാകുന്നുവെന്ന് മനസ്സിലാക്കുന്നു അല്ലേ? തീർച്ചയായും ഗോകുൽ, ഇന്ത്യ പാക് അതിർത്തിയിൽ വലിയ തോതിലുള്ള വെടിവെപ്പ് നടക്കുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതിൽ ഏറ്റവും ശക്തമായ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പീരങ്കി ആക്രമണം ഉണ്ടാകുന്നത് രജൌരി, പൂഞ്ച് മേഖലകൾക്ക് ഇടയിലുള്ള ഭീംബർ ഗലി സെക്ടറിലാണ്. ഇവിടെയാണ് പാകിസ്ഥാൻ ആർട്ടിലറി തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ഈ ഇന്ത്യൻ അതിർത്തിയിലേക്ക് വെടി ഉതിർക്കുന്നത്. അവിടെ ജനവാസ മേഖല കൂടിയാണ് ഈ പ്രദേശം എന്നുള്ളതും നിർണായകമാണ്. ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് നിരവധി ഗ്രാമവാസികൾ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഭീംബർ ഗലി. ഈ മേഖലയിലാണ് പാകിസ്ഥാൻ വെടി ഉതിർക്കുന്നത്. വലിയ തോക്കുകൾ ഉപയോഗിച്ചാണ് ഈ വെടിവെപ്പ് നടത്തുന്നത്. കഴിഞ്ഞ 12 ദിവസങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും തുടർച്ചയായി ഈ വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പ്രകോപനം സൃഷ്ടിക്കാൻ ലക്ഷ്യം വെച്ചുള്ള ചെറിയ തോക്കുകൾ മാത്രം ഉപയോഗിച്ചായിരുന്നു ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടി ഉതിർത്തത് എങ്കിൽ ആർട്ടിലറി തോക്കുകൾ ഉപയോഗിച്ചുള്ള വെടിവെപ്പാണ് BG എന്നറിയപ്പെടുന്ന ഭീംബർ ഗലി മേഖലയിലേക്ക് പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ നടത്തിയ ഈ രണ്ടാം മിന്നലാക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത്. അതേസമയം ഇന്ത്യ ആകട്ടെ മുഴുവൻ സന്നാഹങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തയ്യാറാക്കി നിർത്തിയ ശേഷമാണ് ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങളെ പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തിയിരിക്കുന്നത്. 9 ഇടങ്ങളിൽ ആക്രമണം നടത്തി എന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ആ പ്രദേശങ്ങൾ എന്നുള്ളത് ബഹവൽപൂർ, കോഡ്ലി, മുസഫറാബാദ് എന്നീ 3 ഇടങ്ങളിലായുള്ള 9 കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത് എന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ ആകട്ടെ 3 സിവിലിയൻസ് ഈ ഇന്ത്യയുടെ മിന്നലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന ഒരു വിശദീകരണമാണ് നൽകുന്നത്. കൂടാതെ പാകിസ്ഥാൻ ഇതിൽ പ്രതിരോധം തീർക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ ഉയർന്നിരിക്കുന്നു. എന്നാൽ ഇതുവരെയും അത്തരത്തിൽ ഏതെങ്കിലും ആക്രമണം ഇന്ത്യയിൽ നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ എവിടെയും പുറത്തു വന്നിട്ടില്ല. അതേസമയം ഇന്ത്യ കൃത്യമായി മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ചുള്ള പദ്ധതിയാണ് നടപ്പാക്കിയിരിക്കുന്നത്. ഇന്ന് രാജസ്ഥാനിൽ പാക് അതിർത്തിയോട് ചേർന്ന് നടത്താനുള്ള വ്യോമാഭ്യാസ പ്രകടനം പ്രഖ്യാപിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകളുമായി മുന്നോട്ടു പോകുന്നു. അതിനിടെ അതിർത്തിയിൽ ദിവസങ്ങളോളമായി ഇന്ത്യൻ സൈന്യം സുസജ്ജമായി നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് അപ്രതീക്ഷിതമായി പാക് അധീന കശ്മീരിലെ ഈ ഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. 9 ഇടങ്ങളിലേക്കാണ് ഇന്ത്യ ഇത്തരത്തിൽ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. കനത്ത ആഘാതം തന്നെ ഇത് ഭീകരവാദ കേന്ദ്രങ്ങളിൽ ഏൽപ്പിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ ആകട്ടെ അത് തങ്ങൾക്കെതിരായ ഒരു ആക്രമണം ആയി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. 3 സിവിലിയൻസ് സാധാരണക്കാർ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാനിൽ നിന്നും പുറത്തു വന്നിരിക്കുന്ന ആദ്യ പ്രതികരണം എന്നുള്ളത്. കൂടാതെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശവും പാകിസ്ഥാനിലെ ഉന്നത രാഷ്ട്രീയ നേതൃത്വം നൽകിയതായാണ് സൂചന. നിലവിൽ ഇപ്പോഴും ശക്തമായ ഏറ്റുമുട്ടൽ അതിർത്തി മേഖലയിൽ, പ്രത്യേകിച്ച് പൂഞ്ച്, രജൌരി മേഖലകൾക്ക് ഇടയിലുള്ള ഈ ഭീംബർ ഗലി മേഖലയിൽ തുടരുകയാണ് എന്നാണ് നമുക്ക് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മറ്റിടങ്ങളിലും അതീവ ജാഗ്രത തന്നെ പുലർത്തുകയാണ് ഇന്ത്യൻ സൈന്യം.